ഹലോ, ഇത് എവിടാ? കാണാനൊന്നും ഇല്ലല്ലോ. എന്താ തിരക്കായോ? എന്താ ഇപ്പോൾ ലൈവ് ഒന്നും ചെയ്യാറില്ല, വീഡിയോസ് ഒന്നും ചെയ്യാറില്ലേ എന്നൊക്കെ ചോദിച്ച് എല്ലാവരും മെസ്സേജ് അയക്കാറുണ്ട്. അത് എൻ്റെ ആബ്സെൻസിലും നിങ്ങൾ എന്നെ തിരക്കുന്നതിൽ ഒരുപാട് സന്തോഷം, ഒരുപാട് സ്നേഹമുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിലേക്ക് ജോയിൻ ചെയ്തു. അപ്പോൾ അതിൻ്റെ തിരക്കാണ്, ഫുൾ തിരക്കാണ്. ഇവിടുത്തെ ഹോസ്പിറ്റലിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തിരക്കാണ്. രാവിലെ പോയി കഴിഞ്ഞാൽ പിന്നെ രാത്രിയാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഇത് സമയം കിട്ടാത്തത് കൊണ്ടാണ് നമ്മളിപ്പോൾ വീഡിയോസ് ലൈവ് ഒന്നും ചെയ്യാത്തത്. അപ്പോൾ ഇന്ന് ഓഫായതുകൊണ്ട് ഇന്ന് രാവിലെ നമ്മൾ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട് കേട്ടോ. ആ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് കുറച്ച് മീനൊക്കെ മേടിച്ച് ഒരു മീൻകറി വെക്കാമെന്ന് വിചാരിച്ചു. നമ്മളിപ്പോൾ സെൽഫ് കുക്കിംഗ് ആണ്. അപ്പോൾ അന്ന് ഒരു കുക്കിംഗ് വീഡിയോ ആയിക്കോട്ടെ, ഒരു ബ്ലോഗ് ആയിക്കോട്ടെ എന്ന് കരുതി. കുറേ നാളായല്ലോ വീഡിയോസൊക്കെ ഇട്ടിട്ട്, നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ കണ്ടിട്ട്. പിന്നെ പറയൂ, നിങ്ങളുടെ വിശേഷങ്ങൾ പറയൂ. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങളെ വിശേഷങ്ങളും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ എൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കേട്ടോ. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. ഇനി സൂപ്പർ മാർക്കറ്റിലേക്ക് പോയിട്ട് അവിടുന്ന് കുറച്ച് മീൻ മേടിക്കണം. അപ്പോൾ അതിൻ്റേതായ കാഴ്ചകളും വിശേഷങ്ങളും പിന്നെ നമ്മുടെ മീൻ കറി വെക്കുന്നതിൻ്റെ ഒരു ചെറിയ ബ്ലോഗുമാണ്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് എല്ലാവരും വാച്ച് ചെയ്യുക. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ജീവിതം അങ്ങനെ കളർഫുള്ളായിട്ട് മുമ്പോട്ട് പോകട്ടെ, അടിപൊളിയായിട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യണം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യുക, രേഖപ്പെടുത്തുക, പിന്നെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ സമയം 12 മണിയായി കേട്ടോ. ഞാൻ ഉറക്കണീക്കാൻ കുറച്ച് താമസിച്ചു പോയി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഡ്യൂട്ടിയും കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഒരു ജലദോഷവും പനിയൊക്കെ ആയിരുന്നു. അങ്ങനെ ഒരു ടാബ്ലറ്റൊക്കെ കഴിച്ച് റെസ്റ്റ് എടുത്ത് ഇപ്പോൾ ഉറക്കണീക്കാൻ താമസിച്ചു പോയി. അങ്ങനെ സൂപ്പർ മാർക്കറ്റിലേക്ക് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ സൂപ്പർ മാർക്കറ്റിലേക്ക് പോകണമെങ്കിൽ കുറച്ച് ദൂരമുണ്ട്, കുറച്ച് നടന്ന് പോകണം. ഒരു 10 മിനിറ്റത്തെ ദൂരമേ ഉള്ളൂ. പക്ഷേ ഇവിടെ ഭയങ്കര വെയിലാണ് കേട്ടോ. ഭയങ്കര ചൂടാണ്, പൊള്ളി പോകുന്ന രീതിയിലുള്ള ചൂടാണ് കേട്ടോ. സഹിക്കാൻ പറ്റാത്ത ചൂടാണ്. കാണുന്നതാണ് കേട്ടോ നെസ്മ സൂപ്പർ മാർക്കറ്റ്. നമുക്ക് അവിടെയാണ് പോകേണ്ടത്. പിന്നെ അതുകൊണ്ട് അവിടെ കാണുന്നതാണ് കേട്ടോ പെട്രോൾ പമ്പാണ് കാണുന്നത്. ഇവിടെ പെട്രോളിനൊക്കെ 2 റിയാലേ ഉള്ളൂ കേട്ടോ. വളരെ വില കുറവാണ് പെട്രോളിന്. കൂടെ നടന്നു പോവാം. നടന്നു പോയിട്ട് ഞാൻ സൂപ്പർ മാർക്കറ്റിനകത്ത് കയറിയിട്ട് നേരെ പോയത് മീൻ വാങ്ങുന്ന സെക്ഷനിലേക്കാണ് കേട്ടോ. അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു മലയാളി ചേട്ടനാണ് മീൻ വെട്ടുന്നത്. ആ ചേട്ടനൊന്ന് പാട്ടൊക്കെ പാടിയിരുന്ന് മീൻ വെട്ടുക. അത് ഏതൊരു ജോലിയായാലും അത് ആസ്വദിച്ചും ആത്മാർത്ഥതയോടും കൂടി ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് ഒരു പ്രയാസവും അനുഭവപ്പെടുത്തില്ല. ഇവിടെ പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, എല്ലാം നല്ല ഫ്രഷായിട്ടുള്ള മീനുകളാണ് കിട്ടുന്നത്. നല്ല അയലയുണ്ട്, ചൂരയുണ്ട്, കൊഞ്ചുണ്ട്, പിന്നെ കൂന്തലുണ്ട്, പിന്നെ പേരറിയാത്ത കുറേ മീനുകളുണ്ട് കേട്ടോ. എല്ലാം നല്ല ഫ്രഷ് മീനാണ് കിട്ടുന്നത്. ഇതിൻ്റെ ഒന്നും പേര് എനിക്കറിയത്തേയില്ല കേട്ടോ. അറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കേട്ടോ. ഇത് നമ്മുടെ ചാളക്കൂട്ടൻ അവിടെ സുന്ദരനായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. 15 റിയാലിന് ചാള മേടിച്ചിട്ടുണ്ട് കേസ് കേട്ടോ. 15 റിയാൽ ബാക്കി ചില്ലറയാണ് കേട്ടോ. അങ്ങനെ 15 റിയാലിന് നമ്മൾ ചാള മേടിച്ചിട്ട് പോകാൻ പോകണം കേട്ടോ. അത് ക്ലീൻ ചെയ്ത് തരും, ക്ലീൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ടൊമാറ്റോ ഉണ്ട്, ടൊമാറ്റോ. അങ്ങനെ മീനൊക്കെ മേടിച്ച് നമ്മൾ നേരെ റൂമിലെത്തി കേട്ടോ. ഇനി നമ്മുടെ ചാളക്കുട്ടനെ ഒന്ന് കുളിപ്പിച്ചെടുക്കണം. അങ്ങനെ കുളിപ്പിക്കാനായിട്ട് നേരെ അവനെ പൈപ്പിൻ്റെ മൂട്ടി കൊണ്ട് നിർത്തി അവൻ്റെ തലനുണ്ടയ്ക്ക് കുറച്ച് വെള്ളമൊക്കെ ഒരു ഇങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് അവനെ ഒന്ന് സോപ്പിട്ടൊക്കെ ഇട്ട് എന്നിട്ട് അലക്കി എടുത്തു. തക്കാളി, 3 ഉള്ളി, 3 സവാള, കുറച്ച് മുളക്, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി. ഇതാണ് കേട്ടോ നമ്മുടെ ഇൻഗ്രീഡിയൻസ്. കഴിവുക. എന്നിട്ട് തക്കാളിനെ എടുത്ത് അങ്ങോട്ട് കട്ടിയും പൊടി വെച്ചിട്ട് കണ്ടം മുണ്ടെന്ന് അങ്ങോട്ട് വെട്ടി അങ്ങോട്ട് മുറിച്ച് ഇടാം.
ഒരു 4-5 പീസാക്കി ഇടും. എന്നിട്ട് സവാള എടുത്ത് കേട്ടോ, സവാള എടുത്ത് സവാള ഗിരി 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 എന്ന് പറഞ്ഞങ്ങോട്ട് അരിയാൻ തുടങ്ങി കേട്ടോ. എന്നിട്ട് അരിഞ്ഞിട്ട് അങ്ങോട്ട് മാറ്റി അങ്ങോട്ട് വെച്ച്, എന്നിട്ട് ഒരു സവാളയും കൂടെ എടുത്തിട്ട് അവൻ്റെ തലയും വാലും എല്ലാം അങ്ങോട്ട് വെട്ടിക്കളഞ്ഞിട്ട് വീണ്ടും അവനെ അങ്ങോട്ട് സവാള ഗിരിഗിരീന്നും പറഞ്ഞങ്ങോട്ടേക്കും. കുഞ്ചിയമ്മയ്ക്ക് 5 മക്കളാണ്, 5ആമന ഓമന ഇഞ്ചിയാണ്. അങ്ങനെ ഒരു ഇഞ്ചി ഇങ്ങോട്ട് എടുത്തിട്ട് അവനെ കുഞ്ഞായിട്ട് അങ്ങോട്ട് അരിഞ്ഞ്. മല്ലിയില മൈ ഫേവറേറ്റ്. അവനെ അങ്ങോട്ട് അരിഞ്ഞ് നല്ല മീൻകറിയിലോട്ട് ഇടുക്കാൻ പോകണം. അടുത്തായിട്ട് ഉള്ളികളുടെ രാജൻ എന്നറിയപ്പെടുന്ന വെളുത്തുള്ളി രാജനെ പൊക്കിയെടുത്ത് നടുങ്ങിനെ വെട്ടിക്കീറി. എന്നെ തൊട്ട 8ൻ്റെ പണി തരുമെന്ന് പറയുന്ന പച്ചമുളകിനെ പിച്ചാത്തിയെടുത്ത് പച്ചയ്ക്ക് പള്ളക്ക് കയറ്റി 2 കഷ്ണങ്ങളാക്കി. അടുത്തതായി അണ്ടാവിനെ എടുത്ത് അടുപ്പത്ത് വെച്ച് ആളിക്കത്തിച്ച് തീയിട്ട് അതിൻ്റെ മണ്ടയിൽ കുറച്ച് എണ്ണയൊഴിച്ച് ഒഴിച്ചു. അടുത്തതായി വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് കടുകുമണികളെ പറക്കിയിട്ട് പൊട്ടിച്ച് അതിൻ്റെ കൂടെ കുറേ ഉലുവാച്ചായമ്മയുടെയും കൂടെ ചേർത്ത് പൊട്ടിച്ച്, പിന്നെ കുഞ്ചിയമ്മയുടെ മൂത്തപുത്രനായ ഇഞ്ചിക്കുട്ടനെയും ഉള്ളികളുടെ രാജാവായ വെളുത്തുള്ളി രാജനെയും പച്ചസുന്ദരിയായ പച്ചമുളകിനെയും പിന്നെ കുറച്ച് സവാള ഗിരിഗിരിയും ചേർത്ത് മിക്സ് ചെയ്യുക. ഇനി അടുത്തത് തച്ചോലത്ത് തറവാടിയായി പിറന്ന തക്കാളിയെ പൊക്കിയെടുത്ത് നേരെ എണ്ണയിലേക്ക് മറിക്കുക. അടുത്തതായി അണിഞ്ഞൊരുങ്ങിയിരിക്കുന്ന സുന്ദരിയായ മല്ലിയില എന്ന മല്ലിപ്പെണ്ണിനെ തല്ലിക്കൊന്ന് എണ്ണക്കുളത്തിലേക്ക് എടുത്തിടുക. ഇനിയാണ് കലാശക്കൊട്ട്. നമ്മളുടെ ചാളക്കറിക്ക് വർണ്ണമനോഹരിത പകർന്നു നൽകാനെത്തിയ മഞ്ഞപ്പട്ടടയാടയുടുത്ത് അണിഞ്ഞൊരുങ്ങിയെത്തിയ മഞ്ഞപ്പൊടിയെ തട്ടുക. അടുത്തതായി സ്വയപ്രയത്നം കൊണ്ട് സ്വയസിദ്ധം കട്ടച്ചുവപ്പ് കളർ ജന്മന സ്വയം കൈവരിച്ച മുളക് പൊടിയെ ചാളമേരിക്ക് സിന്ദൂരത്തിലകം ചാർത്താനായി ചേർക്കുക. അടുത്തതായി ലെവലേശം കട്ടക്കറുപ്പായിയായ കുരുമുളകിനെ വാരി വിതറുക. അടുത്തതായി സുന്ദരിയായ മല്ലിപ്പെണ്ണിൻ്റെ സുന്ദരനായ കാമുകനായ മല്ലിപ്പൊടിയൻ ചേട്ടനെ ചേർക്കുക. അങ്ങനെ പൊടിയന്മാരെ എല്ലാത്തിനെയും ചേർത്തതിന് ശേഷം ഒരു സ്പൂൺ എടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം വെള്ളത്തിലിട്ട് ശ്വാസം മുട്ടിച്ച് കൊന്ന കുടംപുളിയെ എടുത്ത് എണ്ണത്തോടിയിലേക്ക് ഇടുക. അതിനുശേഷം സ്പൂണിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മുടെ കുളിപ്പിച്ച് സുന്ദരനാക്കി വെച്ചിരിക്കുന്ന ചാളക്കുട്ടനെ എടുത്ത് കറിയിലേക്ക് ഇടുക. ഇനി കുറച്ച് വെള്ളവും ചേർത്ത് ഒന്ന് തിളപ്പിക്കാൻ വയ്ക്കുക. ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ നല്ല മനോഹരമായ ചാളക്കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചാളക്കറിയും കൂട്ടി കുറച്ച് ഊണ് കഴിച്ചാലോ. അപ്പോൾ ഇവിടെ നല്ല ഊണൊക്കെ റെഡിയാക്കി ഇരിപ്പുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു സലാഡും റെഡി ആയിട്ടുണ്ട്. ഇനി അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഊണ് കഴിക്കാം. അതിമനോഹരമായ നല്ല ചാളക്കറിയുണ്ട്. അപ്പോൾ ചാളക്കറിയും കൂട്ടി എല്ലാവർക്കും ഊണ് കഴിക്കാം. അപ്പം നിങ്ങളെല്ലാവരും വായോ, വന്ന് നമുക്ക് ഫുഡ് കഴിക്കാം. അപ്പം നിങ്ങളെല്ലാവരും ഈ ചാളക്കറി ഒന്ന് വീട്ടിൽ വെച്ച് പരീക്ഷിച്ച് നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് പറയേണ്ടതാണ്. അപ്പോൾ എല്ലാവർക്കും ചാളക്കറി ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടവരെല്ലാവരും വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ഈ ചെറിയൊരു ബ്ലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ പുതിയ വിശേഷങ്ങളും കാഴ്ചകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ, സന്തോഷമായിട്ടിരിക്കുക. വീണ്ടും കാണാം. ഗുഡ് ബൈ.